ചിന്നു, ഒറ്റ മിനിറ്റ്. ഇന്ന് ദക്ഷയുടെയും മഹിയുടെയും വിവാഹ നിശ്ചയം. അതിപ്പോ രമാദേവി മാഡം പറഞ്ഞല്ലോ. ഒരിക്കൽ പറഞ്ഞ എനിക്ക് മനസ്സിലാവും. പക്ഷെ നിനക്ക് മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. ഇത് വെറും ഒരു വിവാഹ നിശ്ചയ, വിവാഹമല്ല. ഇതൊക്കെ നീ എന്തിനാ എന്നോട് പറയുന്നേ? ഞാൻ ഇവിടുത്തെ വെറും ഒരു വേലക്കാരിയാ, കുടുംബാംഗമല്ല. ഇവിടെ നടക്കുന്നത് കല്യാണമായാലും കല്യാണ നിശ്ചയമായാലും ഇവിടെ പറയുന്ന ജോലികൾ ചെയ്ത് സഹകരിക്കുക എന്നത് മാത്രമാണ് എന്റെ ജോലി. അല്ലാതെ വിശേഷങ്ങൾ തിരക്കി അറിയുന്നതല്ല. നീ ഇങ്ങനെ തൂക്കി കയറി വെടിവെക്കല്ലേ. ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിട്ട് ആലോചിച്ച് മറുപടി പറഞ്ഞാ മതി. നിനക്ക് മഹിയോടും മഹിക്ക് നിന്നോടുള്ള താല്പര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എനിക്ക് പറ്റും. മറ്റുള്ളവരെ സഹായിക്കാൻ എപ്പോഴും മുന്നോട്ട് നിൽക്കുന്ന ഒരാളല്ലേ മാഡം. ഇത്രയും അധികം സഹായ മനസ്ഥിതിയുള്ള വേറൊരാളെ ഞാൻ ഇതുവരെ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ജന്മം നൽകിയ അച്ഛനെ വരെ സഹായിച്ച് ജയിലിലാക്കി. നീ കഴിഞ്ഞതിന്റെ പിറകെ പോവാതെ ഞാൻ പറയുന്നത് നീ ഒന്ന് ശ്രദ്ധയോടെ ആലോചിക്ക്. ഇന്നത്തെ വിവാഹ നിശ്ചയം നടന്നോട്ടെ, പക്ഷെ നിനക്ക് വേണ്ടി ഞാൻ ആ വിവാഹം മുടക്കിത്തരാം. ദക്ഷയ്ക്കായി രമാദേവി ഒരുക്കിക്കൊണ്ടിരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നെ ഞാൻ ഇരുത്തി ഈ കുടുംബത്തിലെ എന്റെ ഇളയറാണിയാക്കാം. കൊള്ളാം, കേൾക്കുമ്പോ നല്ല സുഖമുണ്ട്. ശരി, പറ, ബാക്കിയോടെ കേൾക്കട്ടെ. നീ കളിയാക്കാതെ ഞാൻ പറയുന്ന ഒന്ന് നീ കേൾക്ക്. നീ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന കൊട്ടാരത്തിലെ ആ മണിമാല, അതെനിക്ക് ആ രാജകീയ മണിമാല നീ എനിക്ക് നൽകിയാൽ എന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഈ വീട്ടില് എനിക്കൊരു സ്ഥാനം കൈവരും. അത് വെച്ചുകൊണ്ട് ഞാൻ ദക്ഷയും മഹിയുമായി ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന കല്യാണം മുടക്കും. രാജകുടുംബം എന്ന് തെളിയിച്ച നിലയ്ക്ക് ഞാൻ എന്തു പറഞ്ഞാലും അനുസരിക്കുന്ന അവസ്ഥയിലായിരിക്കും അപ്പി രമാദേവി. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെട്ട അവര് നീയും മഹിയുമായുള്ള വിവാഹം നടത്തിത്തരും. ഇതെന്റെ വാക്കാ. എന്റെ പൊന്നു കൊച്ചു തമ്പുരാട്ടി, നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോ തന്നെ മണിമാലയിലേക്ക് അത് വന്നെത്തൂന്ന് എനിക്കറിയായിരുന്നു. ഒന്ന് മനസ്സിലാക്കിക്കോളൂ, ഇപ്പോഴും ഞാൻ മഹിസാറിനോട് ഒരു വാക്ക് പറയേണ്ടതുപോലെ പറഞ്ഞു കഴിഞ്ഞാ ഈ വിവാഹ നിശ്ചയം തന്നെ മുടങ്ങും. അതറിയാവോ? കോളേജിൽ വെച്ച് എനിക്ക് വിഷബാധ ഉണ്ടായപ്പോ മഹിസാർ എനിക്ക് വേണ്ടി പെടാ പാടുവിട്ട് എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന കഥ ഇതുവരെ ഇവിടെ റിലീസായില്ലേ? എത്തിക്കാണും. അതായിരിക്കുമല്ലോ ധൃതി പിടിച്ചുള്ള ഈ വിവാഹ നിശ്ചയം. ഇപ്പോഴും ഇത് മുടക്കാനുള്ള ത്രാണി ഈ ചിന്നുവിനുണ്ട്. പക്ഷെ ഞാനത് ചെയ്യില്ല. കാരണം പണിയെടുത്ത് സമ്പാദിച്ച് ആഹാരം കഴിച്ച ശീലം മാത്രമേ എനിക്കുള്ളൂ. അല്ലാതെ ദാനം വാങ്ങിയോ മറ്റുള്ളവരിൽ നിന്നും തട്ടിച്ചെടുത്തോ ഉച്ചച്ചട്ടിന്ന് കൈയിട്ട് വാരി തിന്നിട്ടുള്ള ശീലം മാടത്തെ പോലെ എനിക്കില്ല. അതുകൊണ്ട് ദക്ഷ മഹിസാറിനെ കെട്ടിക്കോട്ടെ. എനിക്ക് യാതൊരു വിഷമവും ഇല്ല, സന്തോഷം മാത്രമേ ഉള്ളൂ. കാരണം ഈ വേലക്കാരിയുടെ ദാനമാണല്ലോ അവളിനി അനുഭവിക്കാൻ പോകുന്നത്. അനുഭവിക്കട്ടെ, നന്നായി സുഖിച്ച് അനുഭവിക്കട്ടെ. നീ എന്താ അവിടെ കഥയും പറഞ്ഞോണ്ട് നിൽക്കണോ? അകത്ത് 100 കൂട്ടം പണിയുള്ളതാ. വന്നേ. ചിന്നുവിന് ഇപ്പോഴും ക്ഷീണം മാറിയില്ലെന്ന്. അവള് കുറച്ച് റെസ്റ്റ് എടുത്തോട്ടെ എന്ന് എന്നോട് ചോദിക്കായിരുന്നു. ഇവിടെ പണിക്കാരിയല്ല പണി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത്. നിനക്കൊക്കെ ശമ്പളം തരുന്നത് ഞാനാ. അകത്തേക്ക് വാ, വന്ന് പണിയെടുക്ക്.
നിനക്കൊക്കെ സുഖിക്കാൻ വേണ്ടിയല്ല ഞാൻ ശമ്പളം തരുന്നത്. ഞാൻ പ്രതീക്ഷിച്ചത് തന്നെ ഇതൊക്കെ. അപ്രതീക്ഷിതമായി ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല. നിന്നെ എനിക്ക് നന്നായിട്ടറിയാം. നിനക്ക് ഞാൻ മണിമാല തന്നാലും ഇതൊക്കെ സംഭവിക്കുള്ളൂ എന്നും എനിക്കറിയാം. അതുകൊണ്ട് നിന്റെ വഴി നീ നോക്കിക്കോ. എത്ര ശ്രമിച്ചാലും എന്നെ തോൽപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല. ഒന്ന് ഫോൺ എടുക്ക് ചിന്നു. എന്റെ കോളൊന്ന് അറ്റൻഡ് ചെയ്യേ. എനിക്ക് നിന്നോട് സംസാരിക്കണം. സംസാരിച്ചേ പറ്റൂ. എല്ലാം കൈവിട്ടു പോകുന്നതിന് മുമ്പ് ഒന്ന് ഫോൺ എടുക്ക്. എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. പ്ലീസ്. ചിന്നു വീണ്ടും ഫോൺ കട്ട് ചെയ്തല്ലോ. അവളെന്നെ തെറ്റിദ്ധരിച്ചിരിക്കുക.